അപ്പോൾ ഫസ്റ്റ് മോഡ്യൂൾ നമ്മുടെ കഴിഞ്ഞു, ട്രാൻസെൻഡൽ ഫങ്ഷൻസ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് മോഡ്യൂളിലെ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് മോഡ്യൂൾ 2 ഇംപ്രോപ്പർ ഇന്റഗ്രൽസ് എന്നാണ്. അപ്പൊ ഇംപ്രോപ്പർ ഇന്റഗ്രൽസ് എന്താണെന്ന് ആദ്യം ഡിഫൈൻ ചെയ്യാം. ഇംപ്രോപ്പർ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഒരു ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സിനെ നമ്മൾ ഇംപ്രോപ്പർ ഇന്റഗ്രൽ എന്ന് വിളിക്കണമെങ്കിൽ, ഇംപ്രോപ്പർ ഇന്റഗ്രൽ ആകണമെങ്കിൽ നമ്മുടെ ലിമിറ്റ് എ ഈക്വൽ ടു -ഇൻഫിനിറ്റി, ബി ഈക്വൽ ടു ഇൻഫിനിറ്റി ആകാം, അല്ലെങ്കിൽ രണ്ടും ഇൻഫിനിറ്റി ആകാം, അല്ല സോറി, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ രണ്ടും എ ഈക്വൽ ടു -ഇൻഫിനിറ്റി, ബി ഈക്വൽ ടു രണ്ടും ഇൻഫിനിറ്റി ലിമിറ്റ് ആകും, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് അൺബൗണ്ടഡ് അറ്റ് 1 or more പോയിന്റ്സ് ഓൺ ദ ഇന്റർവൽ എ കോമ ബി. കാരണം എ കോമ ബി എന്നുള്ള ഇന്റർവലിനുള്ളിൽ എവിടെങ്കിലും ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/x എന്നുള്ള ഫംഗ്ഷൻ കൺസിഡർ ചെയ്യൂ. 1/x എന്നുള്ള ഫംഗ്ഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 എടുക്കുമ്പോൾ ആ ഫംഗ്ഷന്റെ വാല്യൂ അൺബൗണ്ടഡ് ആണ്, ഇൻഫിനിറ്റിയിലോട്ട് പോകും. അതുകൊണ്ട് എക്സ് ഇസ് ഈക്വൽ ടു 0 1/x അൺബൗണ്ടഡ് ആണ്. 1/x² എക്സ് ഇസ് ഈക്വൽ ടു 0 അൺബൗണ്ടഡ് ആണ്. 1/x - 1 എന്നുള്ള ഫംഗ്ഷൻ എക്സ് ഇസ് ഈക്വൽ ടു 1 അൺബൗണ്ടഡ് ആണ്. അപ്പൊ ഒന്നുകിൽ എയും ബിയും ഇൻഫിനിറ്റി -ഇൻഫിനിറ്റി, ഏതെങ്കിലും ഒരെണ്ണം ഇൻഫിനിറ്റി, അല്ലെങ്കിൽ ബോത്തും -ഇൻഫിനിറ്റി +ഇൻഫിനിറ്റി ആകാം. അല്ല എങ്കിൽ ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആയിരിക്കണം നമ്മൾക്ക് തന്നിരിക്കുന്ന ഡൊമൈനിൽ. അപ്പോൾ നമ്മൾ പറയും ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഇംപ്രോപ്പർ ഇന്റഗ്രൽ ആണെന്ന് പറയും. അതിൽ തന്നെ എയോ ബിയോ ഇൻഫിനിറ്റി ആണെങ്കിൽ അതിനെ ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് വിളിക്കും. എഫ് ഓഫ് എക്സ് അൺബൗണ്ടഡ് ആണെങ്കിൽ അതിനെ ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് കൈൻഡ് എന്ന് വിളിക്കും. രണ്ടും കൂടെ ഫസ്റ്റും സെക്കൻഡും എന്ന് വെച്ചാൽ എയും ബിയോ ഏതെങ്കിലും ഒന്നോ ഇൻഫിനിറ്റി ആകുകയും ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആകുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് തേർഡ് കൈൻഡ് എന്ന് വിളിക്കും. അങ്ങനെ 3 ടൈപ്പ് ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഉണ്ട് ഇവിടെ. അപ്പൊ ആദ്യത്തെ എക്സാമ്പിൾ ഇന്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി ln x ബൈ എക്സ് ഡി എക്സ്. അതെന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് കൈൻഡ് ആണ്. ഇന്റഗ്രൽ 0 ടു 4 dx ബൈ എക്സ് മൈനസ് 3. എയും ബിയും ഇൻഫിനിറ്റി അല്ല, പക്ഷെ ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആണ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 3. അതുകൊണ്ട് ഇത് ഒരു ഇംപ്രോപ്പർ ഇന്റഗ്രൽ ആണ്. ഇനി ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e റൈസ് ടു -x ബൈ എക്സ് മൈനസ് 2. ഇത് ബി ഇൻഫിനിറ്റിയുമാണ്, ഫംഗ്ഷൻ എക്സ് ഇസ് ഈക്വൽ ടു 2 അൺബൗണ്ടഡുമാണ്. അതുകൊണ്ട് ഇത് ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് തേർഡ് കൈൻഡ് ആണ്. ഇനി ഇന്റഗ്രൽ 0 ടു 1 sin x ബൈ എക്സ് ഡി എക്സ്, അത് പ്രോപ്പർ ഇന്റഗ്രൽ ആണ്. അത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. അത് ഇംപ്രോപ്പർ ഇന്റഗ്രൽ അല്ല, കാരണം അത് ഫംഗ്ഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 അൺബൗണ്ടഡ് ആണ്, പക്ഷേ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 sin x ബൈ എക്സ് എന്ന് പറയുന്ന 1 ആണ്. therefore this is a proper integral. ഇനി ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് ആദ്യത്തെ ടൈപ്പ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാന്ന് നോക്കാം. ലെറ്റ് if f is any function for every b greater than a, integral a to b f of x dx എന്ന് പറയുന്നത് ലിമിറ്റ് b tends to infinity integral a to b f of x dx എന്നാണ്. അപ്പൊ ഫംഗ്ഷൻ, നമ്മുടെ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ ഈ ആർ എ ബി എന്നുള്ള നിങ്ങൾ നെഗ്ലക്ട് ചെയ്തോളൂ, അത് നോക്കണ്ട. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ഡിഫൈൻഡ് ഓൺ ദ ഇന്റർവൽ എ ബി ആണെങ്കിൽ ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇവാലുവേറ്റ് ചെയ്യാൻ ലിമിറ്റ് b tends to infinity integral a to b f of x dx ചെയ്താൽ മതി. if the limit on the RHS exist, ഇതിന് വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഈ ഇംപ്രോപ്പർ ഇന്റഗ്രൽ കൺവേർജ് ചെയ്യും എന്ന് പറയും. അതിനൊരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നെങ്കിൽ. ഈ റൈറ്റ് സൈഡിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ പറയും ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ള ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഡൈവേർജ് ചെയ്യും എന്ന് പറയും. അതേപോലെ ഇന്റഗ്രൽ -ഇൻഫിനിറ്റി ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇവാലുവേറ്റ് ചെയ്യാൻ ലിമിറ്റ് എ ടെൻസ് ടു -ഇൻഫിനിറ്റി ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇവാലുവേറ്റ് ചെയ്താൽ മതി. അപ്പം അതേപോലെ രണ്ടും ഇൻഫിനിറ്റി ആണെങ്കിൽ ഇന്റഗ്രൽ -ഇൻഫിനിറ്റി ടു +ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിന്റെ മിഡിലുള്ള എവിടെയെങ്കിലും ഉള്ള ഒരു പോയിന്റ് കണ്ടുപിടിച്ചിട്ട് ഇന്റഗ്രൽ -ഇൻഫിനിറ്റി ടു x0 എഫ് ഓഫ് എക്സ് ഡി എക്സ്
പ്ലസ് ഇന്റഗ്രൽ x0 to infinity f of x dx-നെ നമ്മൾ മോളിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് മെത്തേഡിലായിട്ട് ഇവാലുവേറ്റ് ചെയ്യും. ഇത് മൈനസ് ഇൻഫിനിറ്റി x0 f of x dx ഇതുപോലെ ഇവാലുവേറ്റ് ചെയ്യും. മൈനസ് ഇൻഫിനിറ്റി ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എങ്ങനെ ചെയ്യുന്നു അതേപോലെ ചെയ്യും. ഇത് ആദ്യം ചെയ്ത പോലെ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ 0 ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ള രൂപത്തിൽ ഇവാലുവേറ്റ് ചെയ്ത് രണ്ടും കൂടെ ഇവാലുവേറ്റ് ചെയ്ത് റൈറ്റ് സൈഡിലെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് കൺവേർജ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, evaluate the improper integral 1 to infinity 1 by x square dx. ഇന്റഗ്രൽ 1 to infinity 1 by x square dx-നെ നമ്മൾ ആ മേളിൽ പറഞ്ഞ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ ചെയ്യും? ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ 1 to b 1 by x square dx. ഞാൻ ആദ്യം പറഞ്ഞല്ലോ അങ്ങനെയാണിത് ഇവാലുവേറ്റ് ചെയ്യാം. മുകളിലെ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും. That is limit b tends to infinity ഇതിന്റെ integration minus 1 by x to the limit 1 to b limit b tends to infinity 1 minus 1 by b 1 by b യുടെ ഇത് വാല്യൂ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ആയിട്ട് the answer is 1. അടുത്ത ഇന്റഗ്രൽ 1 to infinity ln x by x square dx. അപ്പൊ അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ ലിമിറ്റ് b tends to infinity ഇന്റഗ്രൽ 1 to b ln x by x square dx. That is limit b tends to infinity ഇതിനെ ഫസ്റ്റ് ഫംഗ്ഷൻ ln x into integral of second minus 1 by x to the limit 1 to b plus integral 1 to b derivative of first 1 by x integral of second minus 1 by x. അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഇവിടെ പ്ലസ് ആകും, ഇത് 1 by x square dx ആകും. ഇവിടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ ln b മൈനസ് 1 by b വരും. അതുപോലെ 1 കൊടുക്കുമ്പോൾ ln1 മൈനസ് ഇത് ln b, ഇവിടെ ഒരു ln b ഉണ്ട്, മൈനസ് ln b ഡിവൈഡഡ് ബൈ b വരും. അതാണിത് മൈനസ് ln b ബൈ b. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് മൈനസ് പ്ലസ് ആയിട്ട് ln1 വരും. അവിടെ ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കണം. ഇവിടുത്തെ ഇന്റഗ്രേഷൻ മൈനസ് 1 ബൈ എക്സ് ടു ദ ലിമിറ്റ് 1 ടു b. അപ്പം ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി മൈനസ് ln b ബൈ b പ്ലസ് 1 മൈനസ് 1 ബൈ b. ഇവിടെ അപ്പർ അല്ല ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് 1 പ്ലസ് ദിസ് ഈസ് 1 പ്ലസ് ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി. ഇതിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ ലോപിറ്റൽ റൂൾ അപ്ലൈ ചെയ്യണം. ln b യുടെ ഡെറിവേറ്റീവ് 1 ബൈ b, b യുടെ ഡെറിവേറ്റീവ് 1. അപ്പൊ അവിടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0. അപ്പൊ ആൻസർ 1. ഇനി നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കുക. ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 1 by x square dx ഉം ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി sin x dx. ഇതുപോലെ നിങ്ങൾ ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ 0 ടു b sin x dx ചെയ്ത് നോക്കുക. അടുത്തത് താഴെ ലിമിറ്റ് വരുന്നത് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 dx by 1 minus 3x the whole square. That is limit a tends to minus infinity integral a to 0 dx by 1 minus 3x the whole square. That is limit a tends to minus infinity ഇതിന്റെ ഇന്റഗ്രേഷൻ മൈനസ് 1 by x സ്ക്വയർ പോലെ മൈനസ് 1 by x പിന്നെ മൈനസ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അറിയാലോ നിങ്ങൾക്ക്. അപ്പം a to 0 ലിമിറ്റ് കൊടുത്ത് a ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി വരുമ്പോൾ 1 by ഇൻഫിനിറ്റി അത് 0 ആയി. പിന്നെ വരുന്നത് എന്തായിരിക്കും? 1 by 3 പുറത്തുണ്ട് ഇൻറ്റു 1. ഷോ ദാറ്റ് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി dx by 1 plus x square is convergent. കൺവേർജന്റ് എന്ന് പറഞ്ഞാൽ ഈ ലിമിറ്റിന് ഈ ഇന്റഗ്രേഷന് വാല്യൂ ഉണ്ടെന്ന് പറയണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 ആൻഡ് 0 ടു ഇൻഫിനിറ്റി. അപ്പൊ ഇതിനെ നമ്മൾ താഴെ മൈനസ് ഇൻഫിനിറ്റി വരുമ്പോൾ ലിമിറ്റ് a ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇന്റഗ്രൽ a ടു 0 dx by 1 plus x square പ്ലസ് ഇവിടെ എത്തുമ്പോൾ ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ 0 ടു b dx by 1 plus x square. ലിമിറ്റ് a ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇവിടുത്തെ ലിമിറ്റ് tan ഇൻവേഴ്സ് x ടു ദ ലിമിറ്റ് a ടു 0. അപ്പൊ tan ഇൻവേഴ്സ് 0 മൈനസ് tan ഇൻവേഴ്സ് a. ഇവിടെ എത്തുമ്പോൾ ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി tan inverse x to the limit 0 to b, that is tan inverse b minus tan inverse 1. അപ്പോൾ ഇവിടെ tan inverse
ഇവിടെ ഒരു tan inverse 0 0, tan inverse minus infinity minus pi by 2, minus pi by 2 minus plus pi by 2. ഇവിടെ എത്തുമ്പോൾ tan inverse infinity pi by 2. അപ്പൊ നമുക്ക് ആൻസർ പൈ. ഇതേപോലെ രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാം. ഷോ ദാറ്റ് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി 2x by 1 plus x square dxന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഡൈവേർജന്റ് ആണ് എന്ന് പറയാ. അതേപോലെ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e raised to minus tx dx where t is a constant converges if t greater than 0 and diverges if t less than or equal to 0. ഇത് നമുക്ക് ചെയ്യാം. ആദ്യം ടി ഗ്രേറ്റർ ദാൻ 0, ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ആദ്യം ടി നോട്ട് ഈക്വൽ ടു 0. അപ്പൊ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് ടി എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ 0 ടു ബി ഇ റൈസ് ടു മൈനസ് ടി എക്സ് ഡി എക്സ്. ദാറ്റ് ഈസ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് ടി എക്സ് ബൈ മൈനസ് ടി ടു ദ ലിമിറ്റ് 0 ടു ബി. ദാറ്റ് ഈസ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പം ഇ റൈസ് ടു മൈനസ് ടി ബി ബൈ ടി വരും. ഇവിടെ 0 കൊടുക്കുമ്പോൾ ദിസ് ഈസ് 1 ബൈ ടി. ലോവർ ലിമിറ്റ് വരുമ്പോൾ മൈനസ് മൈനസ് പ്ലസ് വരും. ഇനി ഇവിടെ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യണം. അത് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് ടി ബി എന്താണെന്ന് നോക്കാം. That is equal to 0 if t greater than 0. t greater than 0 ആകുമ്പോൾ ഇത് e raised to minus x. x tends to infinity. എക്സ്പൊണൻഷ്യൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. when x tends to infinity e raised to minus x 0 ആയിരിക്കും. ഇനി t ലെസ് ദാൻ 0 ആകുമ്പോൾ ഇത് t ലെസ് ദാൻ 0 ആകും. അപ്പൊ e raised to x ആയി വരും, പോസിറ്റീവ് ആയി വരും. പോസിറ്റീവ് ആകുമ്പോൾ b tends to infinity എന്തും e raised to പോസിറ്റീവ് നമ്പർ അത് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അത് ഇൻഫിനിറ്റിയിലോട്ട് പോകും. t equal to 0 കിട്ടുമ്പോൾ ഇന്റഗ്രൽ 0 to infinity e raised to minus 0x, that is integral 0 to infinity 1 dx, 1ന്റെ x to the limit 0 to infinity infinity. അപ്പൊ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് എനിക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ 0 to infinity e raised to minus tx dx എന്ന് പറയുന്നത് 0 ആകും if t greater than 0 and infinity if t less than or equal to 0. That is integral 0 to infinity e raised to minus tx dx converges if t greater than 0 and diverges if t less than or equal to 0. ഇനി അടുത്ത ഒരു പ്രോബ്ലം. ഇത് ഈ രണ്ട് പ്രോബ്ലംസ് ഇപ്പൊ കഴിഞ്ഞ പ്രോബ്ലം, ഇപ്പൊ ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ പ്രോബ്ലം, ഇത് രണ്ടും 8ഉം 9ഉം ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഇത് പ്രോബ്ലം അല്ല, ഇത് നമ്മൾ റിസൾട്ട് ആയിട്ട് തന്നെ രണ്ടും ഉപയോഗിക്കും. ഏതാണ്? e raised to minus tx ന്റെ ഇന്റഗ്രേഷൻ ഇന്റഗ്രൽ 0 to infinity കൺവേർജ് ചെയ്യും if t greater than 0 ആകുമ്പോൾ, ഡൈവേർജ് ചെയ്യും t less than or equal to 0 ആകുമ്പോൾ. അതേപോലെ അടുത്തത് ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് നമ്മൾ റിസൾട്ട് ആയിട്ട് ഉപയോഗിക്കും. ഷോ ദാറ്റ് ഇന്റഗ്രൽ a to infinity 1 by x raised to p dx where p is a constant and a is any positive number converges if p greater than 1 and diverges if p less than or equal to 1. നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ട് ഇന്റഗ്രൽ a to infinity 1 by x raised to p dx ഇവാലുവേറ്റ് ചെയ്യാം. ലിമിറ്റ് b tends to infinity integral a to b 1 by x raised to p dx. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x raised to minus p plus 1 by minus p plus 1 to the limit a to b, limit b tends to c infinity provided p is not equal to 1. 1 ആയി കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0 ആകും. ഇനി നമ്മൾ ലിമിറ്റ് കൊടുക്കുകയാണ്. ലിമിറ്റ് b tends to infinity അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ b raised to minus p plus 1 minus a raised to minus p plus 1 divided by minus p plus 1. That is 1 by 1 minus p പുറത്തെടുത്ത് limit b tends to infinity b raised to 1 minus p minus a raised to 1 minus p where p is not equal to 1. ഇനി limit b tends to infinity b raised to 1 minus p എടുക്കുമ്പോൾ p greater than 1 ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? p greater than 1 ആകുമ്പോൾ ഇവിടെ പവർ നെഗറ്റീവ് ആകും. പവർ നെഗറ്റീവ് ആകുമ്പോൾ ഇത് 1 by b raised to some പോസിറ്റീവ് എന്ന് എഴുതാം. അപ്പൊ b tends to infinity ആകുമ്പോൾ 1 divided by b raised to something tends to 0. Therefore, this is tends to 0.
പി ലെസ് ദാൻ 1 ആകുമ്പോൾ പി നെഗറ്റീവ് ആകും. അപ്പൊ ഇവിടെ പവർ പോസിറ്റീവ് ആകും. അപ്പം വെൻ ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി റേസ് ടു എ പോസിറ്റീവ് നമ്പർ ദാറ്റ് ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പൊ 0 if p greater than 1 and infinity if p less than 1. That means integral 0 to infinity 1 by x raised to p dx converge ചെയ്യും if p greater than 1 and diverges if p less than 1. ഇനി p not equal to 1 നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി p equal to 1 ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കാം. p equal to 1 ആകുമ്പോൾ when p equal to 1 limit b tends to infinity integral a to b 1 by x raised to p dx എന്ന് പറയുന്നത് ലിമിറ്റ് b tends to infinity എന്താ കിട്ടുന്നത് 1 by x raised to p. അവിടെ നമ്മൾ മേളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതിന്റെ ഇന്റഗ്രേഷൻ ln b മൈനസ് ln a വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ലിമിറ്റ് b tends to infinity where p equal to 1 എന്നുള്ള കേസ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇവിടെ നോക്കാം. ഇവിടാണ് when p equal to 1. അപ്പൊ ഇവിടെ എന്താ വരുന്നത് ലിമിറ്റ് b tends to infinity sorry when p equal to 1 വരുമ്പോൾ ഇത് 1 by x വരും. 1 by x ന്റെ ഇന്റഗ്രേഷൻ ln x ആണ്. അപ്പൊ ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ln b മൈനസ് ln a അപ്പൊ ലിമിറ്റ് b tends to infinity ln b മൈനസ് ln a എന്ന് വരും. ഇവിടെ p equal to 1 ആകുമ്പോൾ അപ്പൊ ln b tends to infinity ആകുമ്പോൾ ln infinity equal to infinity. അപ്പോഴും എന്ത് സംഭവിക്കുന്നു when p equal to 1 integral 0 to infinity dx by x raised to p diverge ചെയ്യും. അതുകൊണ്ട് integral 0 to infinity dx by x raised to p diverges if p less than or equal to 1 and converges if p greater than 1.